ചുരമിറങ്ങി നേരെ നമ്മൾ ആലപ്പുഴയിലേക്ക് പോവുകയാണ്. ആലപ്പുഴയിലെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം 22ഓളം സീറ്റുകൾ കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്തിന് നേടാൻ കഴിയുമെങ്കിൽ ഒരു സീറ്റ് മാത്രമാണ് അവിടെ UDF-ന് നേടാൻ കഴിഞ്ഞത്. പക്ഷേ 2020-ലെ രാഷ്ട്രീയമല്ല ആലപ്പുഴ പറയുന്നത്. അവിടെ G. സുധാകരൻ എന്ന വ്യക്തി ഉള്ള ഒരു ഫാക്റ്റ് ഉണ്ട്. വിഭാഗീയത ഏറ്റവും കൂടുതൽ കായംകുളവും അമ്പലപ്പുഴയും അടക്കമുള്ള CPM-നുള്ളിലുള്ള വിഭാഗീയത അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. സാമുദായിക സമവാക്യങ്ങൾ ഏറെ ഉണ്ട് ആലപ്പുഴയിൽ. പ്രത്യേകിച്ച് BDJS-ന്റെ ഒരു സ്വാധീനവും കടന്നുകയറ്റവും ഒക്കെ കഴിഞ്ഞ തവണ പ്രാദേശിക തലത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. മഹേഷിലേക്ക് പോവുകയാണ്. മഹേഷ്, എങ്ങനെയാണ് ആലപ്പുഴയുടെ ഒരു ചിത്രം, കണക്കുകൾ 2020 എങ്ങനെയായിരുന്നു? ആലപ്പുഴക്കാർ ഏതൊക്കെ പാർട്ടികൾക്കാണ് അവർ എന്ന് മുൻതൂക്കം കൊടുത്തത്? അജി, ഇടത്തോട്ടായിരുന്നു. ആലപ്പുഴ ഇടത്തോട്ട് തന്നെ ചാഞ്ഞു കിടക്കുകയായിരുന്നു. 2020-ൽ 23 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ നോക്കൂ, 22 ഇടത്ത് അവിടെ LDF ആണ്. ഒരേ ഒരു സീറ്റ് മാത്രമാണ് UDF-ന് കഴിഞ്ഞ തവണ അവിടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ആലപ്പുഴയിൽ ലഭിച്ചത്. 23-ൽ 22. അതാണ് LDF-ന്റെ ഒരു ശക്തി അവിടെ കാണുന്നത്. പക്ഷേ നേരെ നഗരസഭകളുടെ കണക്ക് നോക്കുമ്പോൾ 3 നഗരസഭകൾ LDF-നൊപ്പം, 3 നഗരസഭകൾ UDF-നൊപ്പം, 6 നഗരസഭകളാണ് അവിടെ ആകെ ഉള്ളത്. അപ്പോൾ അതിൽ ഇഞ്ചോടിഞ്ച് LDF-ഉം UDF-ഉം തമ്മിൽ ഇഞ്ചോടിഞ്ച്. ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ നോക്കൂ, അതെ, തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 12 ഇടത്ത് ആകെ, അതിൽ 11 ഇടത്തും അവിടെ LDF ആണ്. ഒരേ ഒരു സ്ഥലത്താണ് UDF-ന്റെ കൊടി അവിടെ പാറിയത്, ആലപ്പുഴയിൽ. ഗ്രാമപഞ്ചായത്തുകളുടെ കണക്ക് നോക്കുമ്പോൾ 72 ഗ്രാമപഞ്ചായത്തുകളാണ് ആലപ്പുഴയിൽ ആകെയുള്ളത്. 50 ഇടത്ത് 50, അർദ്ധ സെഞ്ചുറി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ്. LDF അവിടെ 50 ഇടത്ത്, UDF 22, BJP ഇല്ല. ആ പരിസരത്തും BJPക്ക് ഒന്നും കാര്യമായി ചെയ്യാനായില്ല. പക്ഷേ BDJS, അജി പറഞ്ഞിരിക്കുന്ന ഒരു ഫാക്ടറാണ്. കാരണം BDJS-ന്റെ വോട്ടുകൾ എങ്ങോട്ട് പോകും? SNDP-യുടെ അവിടുത്തെ സാമുദായിക സമവാക്യങ്ങൾ, അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ, ഇതൊക്കെ എങ്ങനെ? അതിനേക്കാൾ ഉപരിയാണ് ആലപ്പുഴയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ, ഉൾനാടൻ മത്സ്യബന്ധനം നടത്തുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ, അവിടുത്തെ കയറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ, തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ സജീവമായി തന്നെ ആലപ്പുഴ ചർച്ച ചെയ്യുകയും ചെയ്യും. സജീവമായ ആലപ്പുഴ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? മഹേഷ് സൂചിപ്പിച്ചതുപോലെ കയർ തൊഴിലാളിയുടെ പ്രശ്നം, നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട വിഷയം, അങ്ങനെ ഒട്ടനവധി വിഷയമുണ്ട് അവിടെ. സിബി ജോസഫ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിബി, ആലപ്പുഴ പ്രധാനമായും ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയം എന്താണ്? അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് CPM-ന്റെ വേരോട്ടമുള്ള ഒരു ജില്ല. ആ ജില്ലയിൽ കായംകുളത്തടക്കം നമുക്കറിയാം, പ്രതിഭാരി MLA-ക്ക് എതിരെ പരസ്യമായി തന്നെ വലിയ രീതിയിൽ രംഗത്ത് CPM-ന്റെ ആളുകൾ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പല തരത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. വിഭാഗീയത ഭയങ്കര അതിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ആലപ്പുഴയുടെ മനസ്സിൽ എന്താണ്? അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്താണ് നിലവിൽ? അജി പറഞ്ഞതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് വ്യക്തമായ വളക്കൂറുള്ള മണ്ണാണ് ആലപ്പുഴ ജില്ല. കൃത്യമായി പുന്നപ്ര വയനാട് സമരത്തിന്റെയും VS അച്യുതാനന്ദൻ, P. കൃഷ്ണപിള്ള അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അന്തിവിശ്രമം കൊള്ളുന്ന ഒരു മണ്ണ് കൂടിയാണ്. അതിൻ്റെ ഒരു ആവേശം കൃത്യമായി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായി കാണുകയും പ്രതിഫലിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ തവണത്തെ എല്ലാം ഫലവും പരിശോധിക്കുമ്പോൾ വ്യക്തമായ മേൽക്കൈ ഈ നഗരസഭ ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും, ജില്ലാ പഞ്ചായത്തിലായാലും ഗ്രാമപഞ്ചായത്തിലായാലും ബ്ലോക്ക് മേഖലയെല്ലാം തന്നെയും LDF-ന് കൃത്യമായ മേൽക്കൈ ഉണ്ട്. എന്നാൽ നഗരസഭയിൽ മാത്രം 6 ഇടങ്ങളിൽ 3 UDF, 3 LDF എന്ന നിലയിലാണ് കക്ഷി നില മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം നെൽകർഷകരുടെ പ്രശ്നം തന്നെയാണ്. അതോടൊപ്പം തന്നെ താറാവ് കൃഷിയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നവർ, കയർ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, കുടിവെള്ള പ്രശ്നം, എല്ലാ വർഷവും വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതിത്തിൽ അനുഭവിക്കുന്ന ജനത, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ, പ്രത്യേകമായ ഒരു പാരിസ്ഥിതിക ഘടന അല്ലെങ്കിൽ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നിലയും ചർച്ച ചെയ്യപ്പെടുന്ന, അത് പ്രാദേശികമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ ജില്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിരവധി വിഷയങ്ങൾ, മനുഷ്യനെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ. പൊതുവെ ഈ LDF-ന് വ്യക്തമായ മേൽക്കോയ്മ ഉണ്ടെങ്കിലും ഇവിടെ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ KC വേണുഗോപാലിൻ്റെ ജന്മനാട് കൂടിയാണ് ആലപ്പുഴ. KC വേണുഗോപാലാണ് ആലപ്പുഴയിലെ MP. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ ജന്മനാട് കൂടിയാണ് ആലപ്പുഴ. അങ്ങനെ ഈ KC വേണുഗോപാലും ചെന്നിത്തലയൊക്കെ
ഉണ്ടെങ്കിൽ പോലും ഒരു നിയമസഭയിലും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മാത്രം വിജയം മാറ്റിവെച്ചു കഴിഞ്ഞാൽ കൃത്യമായ അടിത്തട്ടിൽ പോലും കോൺഗ്രസിന് ഒരു ദൗർബല്യമുണ്ട് എന്ന് പറയേണ്ടി വരും. അതേസമയം തന്നെ BJP സംബന്ധിച്ച് വലിയ രീതിയിലൊരു വളർച്ച ആലപ്പുഴയിൽ നമുക്ക് വ്യക്തമായി കാണാം. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആ ഒരു ഫലം ചൂണ്ടിക്കാട്ടുന്നതിന് തന്നെ CPM-ന്റെ വേരോട്ടമുള്ള പ്രദേശങ്ങളിൽ പോലും BJP രണ്ടാം സ്ഥാനത്തോ ഒന്നാം സ്ഥാനത്തോ എത്തുന്ന ഒരു സാഹചര്യം പല നിയോജക മണ്ഡലങ്ങളിലും നഗരസഭകളിലും ഉണ്ടാകുകയും ചെയ്തു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ 4 പഞ്ചായത്തുകളിൽ BJPക്ക് കൃത്യമായ അല്ലെങ്കിൽ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്നു. അവിടെ LDF-ഉം UDF-ഉം ഒന്നിച്ച് നിന്നുകൊണ്ടാണ് അവിടെ എല്ലാം തന്നെയും ഈ ഒരു ഭരണം അവിടെ BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രത്യേകിച്ച് ചെന്നിത്തല, പാണ്ടനാട്, തിരുവൻവണ്ടൂര്, കുത്തിയതോട് എന്നീ പഞ്ചായത്തുകളിൽ BJP-യാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. 20 പഞ്ചായത്തുകളിൽ BJP മുഖ്യ പ്രതിപക്ഷമോ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി നിൽക്കുന്നു. കാരണം BJP കൃത്യമായ ഒരു വേരോട്ടമുള്ള മണ്ണായി ആലപ്പുഴ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം നോക്കിയാൽ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളായ കായംകുളത്ത്, കണ്ടല്ലൂർ, പത്തിയൂർ, ദേവികുളങ്ങര എന്നിവിടങ്ങളിലും BJP ഒന്നാമതെത്തി. കൂടാതെ ഹരിപ്പാട്, കായംകുളം നിയോജക മണ്ഡലത്തിൽ പോലും BJP രണ്ടാം സ്ഥാനത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ BJPയെ സംബന്ധിച്ച് ഒരു വലിയ ഒരു വേരോട്ട് അല്ലെങ്കിൽ വലിയ രീതിയിൽ വോട്ടിംഗ് ശതമാനത്തിൽ ഒരു വർധനമുണ്ടാകുന്ന ഒരു ജില്ലയായി ആലപ്പുഴ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ തവണ പഞ്ചായത്തുകളിലും തദ്ദേശ നഗരസഭകളിലും പ്രത്യേകിച്ച് മാവേലിക്കരടക്കമുള്ള ചെങ്ങന്നൂരടക്കമുള്ള നഗരസഭകളെല്ലാം തന്നെയും BJP കൃത്യമായ ഒരു വേരോട്ടം ഉണ്ടാകും. അല്ലെങ്കിൽ കൃത്യമായി തന്നെ കേവല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമ്പോൾ എന്നൊരു പ്രതീക്ഷയോടെ BJP മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. എന്തായാലും ആലപ്പുഴ പൊതുവെ LDF-ന് വ്യക്തമായ മേൽക്കോയ്മ ഉണ്ടെങ്കിൽ പോലും അവിടെ ഈ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, കൂടാതെ CPI CPM തർക്കങ്ങളെല്ലാം നിലയും വിവിധ ഇടങ്ങളിലുണ്ട്. കായംകുളം അടക്കമുള്ള മേഖലയിലും മാരാരിക്കുളത്തെല്ലാം നിലയും കഴിഞ്ഞ ദിവസം മാരാരിക്കുളത്ത് നടന്ന സംയുക്ത LDF-ന്റെ യോഗത്തിൽ നിന്നും CPI വിട്ടുനിൽക്കുന്ന സാഹചര്യമുണ്ടായി. പലയിടത്തും CPM-ന്റെയും തർക്കങ്ങൾ വിവിധ ഇടങ്ങളിൽ കുട്ടനാട് ഭാഗങ്ങളിലെല്ലാം തന്നെ ഉണ്ട്. അതുകൂടാതെ മുൻ മന്ത്രി കൂടിയായ G. സുധാകരൻ ജില്ലയിലെ മുതിർന്ന CPI നേതാവാണ്. അദ്ദേഹം നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്നതും അദ്ദേഹം തന്നെ ഈ അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ അടക്കമുള്ള നിരവധി മണ്ഡലങ്ങളിൽ CPM-ന് സീറ്റ് നഷ്ടപ്പെടുമെന്ന പരസ്യമായി നമുക്ക് ഡിസംബർ 13 വരെ കാത്തിരിക്കാം. ആലപ്പുഴയിൽ എന്താണ് സംഭവിച്ചത്, ആലപ്പുഴയുടെ മനസ്സ് എങ്ങോട്ടായിരുന്നുവെന്ന് ഡിസംബർ 13 വരെ നമുക്ക് കാത്തിരിക്കാം.